ഹായ് ഫ്രണ്ട്സ്, എന്റെ പിടിക്കാണ്ടുവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് ത്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ്. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല സുഖമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. വണ്ടിയിലെ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വണ്ടിയുടെ ഉള്ളിൽ തുള്ളി പോലും ചൂടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ സൈഡിൽ കുറച്ച് വെള്ളവും കൂടെ കോരി ഒഴിച്ചു കൊടുത്തു. സൈഡിലല്ല, ബേക്കിൽ തണുക്കായി. അതും കൂടെ ഇപ്പൊ നല്ല സുഖമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ തന്നെ മഴേന്റെ ഒരു ഇത് തുടങ്ങുന്നുണ്ട് കേട്ടോ. മൂടിയൊക്കെ തന്നെയാണ് നിൽക്കുന്ന, മൂടിയൊക്കെ തന്നെയാണ്. മാപ്പിൽ കാണിക്കുന്നത് 90% ഇവിടെ മഴയാണ്. ഞങ്ങൾക്ക് ഇന്നെന്തായാലും മെയിൻ ആയിട്ട് കുക്ക് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലാട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. കാരണം കുഞ്ഞാറ്റ നമ്മുടെ ഫുഡുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവുന്നില്ല. പിന്നെ അവൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ എന്ത് വെച്ചില്ലെങ്കിലും കുറച്ച് കഞ്ഞിയെങ്കിലും വെക്കണം എന്നാട്ടോ. പൊട്ടെങ്ങനെയുണ്ട്? സൂപ്പറാണോ? സിന്ദൂരം വെറുതെ ആ ബോക്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് അതിന്റെ പൊട്ട് വേണം എന്ന് പറഞ്ഞിട്ട് തൊടിപ്പിച്ച കേട്ടോ. ഞാൻ പൊട്ടൊക്കെ തൊട്ടായിരുന്നു, അതൊക്കെ പറിച്ചു കളഞ്ഞു. പിന്നെ ഇപ്പൊ അവൾക്ക് കുറച്ച് കുറവുണ്ട്. പക്ഷെ അവളുടെ ക്ഷീണം അങ്ങ് വിട്ടു മാറിയിട്ടില്ല. എന്നാലും കുറച്ച് മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഓറഞ്ച് വല്ലതും കിട്ടാൻ മേടിച്ചു കൊടുക്കാൻ പോവാം. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. സോറി, എണ്ണയല്ല, പെട്രോൾ കേട്ടോ. പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇന്നലെ ഞങ്ങൾ ഈ വഴി വന്നിട്ട് ആകെ ബുദ്ധിമുട്ടി പോയിട്ടോ. ഒരു ഹോട്ടലുകളില്ല, ഒരു ഇത് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ ആകെ വലഞ്ഞേ. ലാസ്റ്റ് കൊറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പമ്പ് കിട്ടിയത്. ഞങ്ങൾ പിന്നെ കൊറേ തപ്പി കഴിഞ്ഞിട്ടാണ് ഈ ഒരു പമ്പ് ഞങ്ങൾക്ക് കിട്ടിയത്. ഹോട്ടലാണെങ്കിൽ തപ്പിയാലും കിട്ടൂല. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ക്ലോസ് ആയിരിക്കും, ചിലപ്പോൾ ഫുഡ് തീർന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഒരു ഹൈവേ ഉണ്ട്, അതിൽ കയറണം. അപ്പൊ രണ്ട് വഴി കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം ഹൈവേയിലേക്ക്. അത് ഹൈവേ ഏത് വഴിയാണെന്ന് നോക്കിയിട്ട് വേണം കയറാൻ. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. രണ്ട് പേരൊക്കെ കണ്ട് നിർത്തിയതാട്ടോ. ഒരു കൊച്ചു വിൽക്കുന്നുണ്ട്. ഇത് പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്ന് വിൽക്കുന്നതാണെന്ന് അറിയില്ല. ഒരു ബോക്സിന്റെ അകത്തു നിന്നൊക്കെ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പൊ കിത്തന പൈസ? അമ്മേ, അത്രയും പൈസയാണോ? 140. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ. കാരണം അവിടെ ഇല്ല, ഇവിടെയാണ് തൂക്കുന്ന സംഭവം. ഇത് ചേച്ചി അനിയത്തിയും കൂടിയാണ് കച്ചവടം ചെയ്യുന്നത്. നല്ല പേരൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ കളർ കണ്ടിട്ട് ഫ്രഷ് ആണെന്ന് തോന്നുന്നില്ല. 140 രൂപയാണ് കിലോയ്ക്ക് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു 1/2 കിലോ വാങ്ങാം. ഒരു 1/2 കിലോ വാങ്ങി കേട്ടോ. പക്ഷേ അത്ര ഒരു ഫ്രഷ് എന്ന് പറയാൻ പറ്റില്ല. നല്ല ഞെങ്ങുന്നുണ്ട്. പക്ഷെ മുറിച്ച് നോക്കി അറിയാം എന്താ സംഭവം, നല്ലതാണോ അല്ലയോ എന്നുള്ളത്. ആൻസി, ഇതൊന്ന് മുറിച്ച് നോക്ക്, നല്ലതാണോ എന്ന് അറിയില്ലടി. അത് ഞെക്കുമ്പോ ഭയങ്കരമായിട്ട് ഞെങ്ങുന്നുണ്ട്. മുറിച്ചേ, കത്തി എവിടെ? കഴുകണ്ട, നീ ജസ്റ്റ് ഒന്ന് മുറിച്ചാൽ മതി. മുറിച്ചിട്ട് നമുക്ക് കഴുകാലോ. ഉള്ളൊന്ന് എന്തോ നല്ലതല്ലേ? പഴുത്തിട്ട് ഞെങ്ങിയതാട്ടോ. ഞാൻ വെറുതെ പിള്ളേരെ രാവിലെ തന്നെ തെറ്റിദ്ധരിച്ചു. ഒരു കുഴപ്പമില്ല, നമുക്ക് പോവാ. ഇവിടെ രണ്ടാളും കൂടി തീറ്റ തുടങ്ങി കേട്ടോ. എനിക്കൊരു കഷ്ടം എന്താടി, മധുരില്ല, വെള്ളച്ചോവയല്ലേ? അത് ഈ ക്ലൈമറ്റിന്റെയാ. അപ്പൊ ആൻസി, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായേ? ഫ്രൂട്ട്സ് കഴിക്കും അല്ലേ? അല്ല അങ്ങനെയല്ല, നമുക്ക് ചായ ഉണ്ടാക്കാം. ഇത് ഫ്രൂട്ട്സ് ആണല്ലോ. എൻ്റെ കൊണ്ടുപോയി കേട്ടോ. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഒരു സംഭവം കണ്ട് നിർത്തിയതാണ്. ഇതാണ് മഹാരാഷ്ട്രയിലെ ഒരു, അതായത് ഈ താസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തെ ഒരു ചെറിയൊരു ബാർബർ ഷോപ്പാണ് കേട്ടോ. ഒരു ചെറിയൊരു പെട്ടിക്കട സെറ്റപ്പ്. അതിൻ്റെ അകത്ത് കറങ്ങാത്ത കസേര ഉണ്ടല്ലോ. യു പിയിലും ഈ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു. അങ്ങോട്ടൊക്കെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെയാണ്. മഴ പെയ്തിട്ട് വെള്ളം കണ്ടില്ലേ. ഇവിടെ ഫുള്ള് കൃഷി കേട്ടോ ഈ സൈഡ്. ഞാനത് എന്താണെന്ന് നിങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങോട്ട് അടുത്ത് പോയിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ കാണിക്കാം കേട്ടോ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഫുള്ള് പച്ചപ്പായിട്ട് ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ സ്ഥിതിയാണെങ്കിൽ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ സാധ്യത കുറവല്ലേ? ഞങ്ങൾ ഈ പ്രാവശ്യത്തെ യാത്ര ഫുള്ള് ഫോറസ്റ്റിൽ കൂടി. അതും ഫുള്ള് അബദ്ധമാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ യാത്ര അല്ലെ. ഏതവനെ കണ്ടിട്ടാണോ ദൈവമേ ഇറങ്ങിയത്? അന്ധവിശ്വാസമാണെങ്കിലും പറഞ്ഞു പോവാ അറിയാതെ. ഞങ്ങൾ മുട്ടയൊക്കെ മേടിച്ച് കുക്ക് ചെയ്യാലോ, എന്നാ കൊച്ചിന് പറഞ്ഞ പുഴുങ്ങി കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. ഇതൊത്ത ഫോറസ്റ്റ് ആയി. ഇനി ഇവിടെ എങ്ങാനും കുക്ക് ചെയ്യാനെങ്ങാനും നിർത്തിയിട്ട് വേണം ഇനി പോലീസുകാരെ ഇന്ന് നടുവുപുറത്ത് തല്ലുകളൊക്കെ ഉണ്ട്. ഇപ്പൊ പൊതുവെ ആനേറിയലാണ് ഒരു ട്രെൻഡല്ല, ഒരു അവസ്ഥ. നല്ല മറ്റേ ഇതാന്ന് തോന്നൂലേ, നമ്മുടെ എന്താ പറയാ, തേക്ക് ഇഷ്ടമായിട്ട് കുറച്ച് വെട്ടി വിറ്റാലോ. അങ്ങനെ ഞങ്ങള് കുക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി ഒന്ന് നിർത്തിട്ടോ. കാരണം സൈഡിലേക്ക് ഒന്നും ഇറക്കി നിർത്താൻ പറ്റില്ല. ഫുള്ള് വെള്ളവും കാര്യങ്ങളും എല്ലാം ആണ്, അതുകൊണ്ട് പറ്റില്ല. പിന്നെ അധികം വണ്ടിയൊന്നും വരാത്ത ഒരു വഴിയാണ്. വല്ലപ്പോഴും ഓരോ വണ്ടികൾ ഇതുപോലെ പോവും. ഞങ്ങൾ സൂക്ഷിച്ചാണ് സൈഡിൽ തന്നെ ഇരിക്കുന്നത്, പക്ഷെ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ അധികം വേറെ ഒന്നും വെക്കാനൊന്നുമില്ല.
അവൾക്ക് ഒരിത്തിരി ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ഫുഡ് റെഡി ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി നിർത്തിയോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പോകണം. പക്ഷെ നല്ല കണ്ടോ ഫുള്ള് കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ സൈഡിലും ഫുള്ള്. ചെറുപയർ എന്താണ്, പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഇവിടെ നടുക്കായിട്ടൊരു കനാല് പോലെ ഉണ്ട് കേട്ടോ. കനാലിൽ ചാടി കിടക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. നീന്താനും അറിയില്ല, അതാണ് വേറൊരു കാര്യം. നമുക്കൊരു ചായയും കൂടി ഇട്ട് കുടിക്കാവേ. നമുക്കൊരു ചായയും കൂടി ഇട്ട് കുടിക്കാം. ചായയും കുടിച്ച് നമുക്ക് ഇച്ചിരി ചോറും വേവിച്ച് നോക്കാം. നമ്മുടെ ചോറ് തിന്നാലോ. അച്ചാറുണ്ട്, മീനച്ചാറുണ്ട്. മീനച്ചാറ് നമ്മൾ പൊട്ടിച്ചിട്ട് തന്നെ ഇല്ല. അപ്പൊ അതും വെച്ച് നമുക്ക് കഴിക്കാം. എന്നിട്ട് പരിപാടി ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ സൗണ്ടൊക്കെ അങ്ങോട്ട് പോയിട്ടോ. കൊച്ചിനുള്ള മാഗി ഉണ്ടാക്കുക ചേട്ടാ ഇവിടെ. മാഗി കൊടുക്കാൻ പാടില്ല, എന്നാലും വേറെ വഴി ഇല്ലാത്തോണ്ട് മാഗി കൊടുക്കാട്ടോ. അല്ല നമുക്ക് ഒരു മുട്ട പൊരിച്ചു കൊടുത്താലോ. മുട്ട പൊരിച്ചു കൊടുക്കാം. അവക്ക് പിന്നെ മാഗി ഇഷ്ടമായതുകൊണ്ടാണ് കൊടുക്കുന്നത്. മസാല ഇടുന്നില്ല, ഒരു തുള്ളി മസാല. ഇതിന്റെ ഒരു നിറം മാറാൻ വേണ്ടി മാത്രമുള്ള മസാലയാണ് ഇടുള്ളൂ കേട്ടോ. ബാക്കി മസാല ഞങ്ങൾ കളയുക ചെയ്യുക. നമ്മൾ ഇടുന്ന അത്രയും ഒരു പാക്കറ്റ് മസാലയൊന്നും ഇടില്ല. മാഗി വേണോ? മാഗി വേണോ? മുട്ട മാത്രം തന്നാ മതിയോ? ഇച്ചിരി വെള്ളം എടുക്കുവാണെങ്കിൽ നമുക്ക് ഇന്നൊരു ചായ ഇട്ട് കുടിക്കാം. നമുക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാം. ഒരു ഗ്ലാസ് വേണം. ഇവരുടെ ഇച്ചിരി കുടിച്ച് മടുത്തിയാ. ഇത് കണ്ടോ, ഇതൊക്കെ ചെറുപയറാണെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ കറക്റ്റ് ഞാൻ കാണിച്ചു തന്നെ. ഇത് കണ്ടോ, വെള്ളം കിടക്കുന്നുണ്ട്. ഈ കൃഷിക്കാർ പോകുന്ന ഏതോ ഒരു വഴി എവിടെയോ ഉണ്ട്. അത് എവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബസ്സൊക്കെ വരുന്നുണ്ട, എന്നാലും ഇടയ്ക്കേ ഉള്ളൂ കേട്ടോ ഇതേപോലത്തെ ഓരോ ബസ്സുകൾ. അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. ഇവിടെ എന്താണ് പരിപാടി? കഴിഞ്ഞാ ഇവിടെ യുദ്ധാണോ? രണ്ട് കൈ കൊണ്ടൊക്കെ ഇട്ട് പിന്നെ കുഞ്ഞാറ്റം മതിയെങ്കിൽ നിർത്തിക്കോ. അത് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ചോറൊരു കൂവിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു എത്ര കൂണടി? 3? ഇത് പെട്ടെന്ന് പോകുന്നുണ്ടല്ലോ. അല്ല ഇവിടെ ഇപ്പൊ പാത്രം അങ്ങനെ കഴുകാൻ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതെ അതെ അതെ, കഴുകുന്ന ലാസ്റ്റ് ഞാനും അല്ലേ. ചായ പഞ്ചസാര എടുത്തോ? ഇല്ല. പിന്നെ എങ്ങനെ ചായ ഉണ്ടാക്കണേ അതെനിക്കറിയില്ല. വെറൈറ്റി ചായയാണ് ഇത്. പാൽപ്പൊടിയാ, പാൽപ്പൊടിയും ബൂസ്റ്റും ഹോർലിക്സും കൂടി ഇട്ട ചായ. കൊച്ചിന് വേണ്ടി കൊണ്ടുവന്നു. അവള് കുടിക്കാത്തോണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ട് പറ. ഉണ്ടാക്കി കൊടുക്കാൻ ടൈം ഒന്നും കിട്ടാത്തതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കലില്ല, അതുകൊണ്ടാട്ടോ. അല്ല ഇത് ചായന്റെ കൂടെ നമുക്ക് ആ മുട്ടയും കൂടെ പോയി നമുക്കത് മുട്ട കഴിക്കാമായിരുന്നല്ലോ. വെറുതെ ഒരു മുട്ട വെറുതെ കഴിക്കാം. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു മുട്ടയും കൂടെ കഴിക്കാം. കൊളസ്ട്രോൾ വരുമോ? ആ കൊളസ്ട്രോൾ ഒന്നും വരത്തില്ല. നമ്മുടെ ഉരുകി ശരീരത്തിലുള്ള എല്ലാ കൊളസ്ട്രോളുകളും. അങ്ങനെ ഞങ്ങളുടെ ചായ കൂടി കഴിഞ്ഞു, മുട്ട തിന്നു, ചോറ് വെന്തു, ആൻസി ഇവിടെ പാത്രം കഴുകുന്നു. ഈ പാത്രം കൂടി കഴുകി കഴിഞ്ഞാൽ നമുക്ക് പോവാം അല്ലേ? കുഞ്ഞാറ്റം എല്ലാം കഴിച്ചോടി? മുട്ടയും മാഗിയും കഴിച്ചു അല്ലേ? എന്നാ കഴിഞ്ഞാ ശരി. അപ്പോൾ എന്തായാലും ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ട് പോവാട്ടോ. ആൻസി ഇന്നലത്തെ സെയിം സ്ഥിതി. സമയം 10:45 സമയം നോക്കി മേളിൽ നോക്കി ഇരുണ്ട് കൂടി. അപ്പോൾ വേഗം വീട്ടിലേ നമ്മൾ വെള്ളത്തിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാത്രം കഴുക്കെല്ലാം കഴിഞ്ഞു. എന്താ അച്ചാറ് കളയാണോ? ലീക്കിയോ? ഒന്ന് കഴുകി നോക്കാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞങ്ങൾ പാത്രങ്ങളെല്ലാം കഴുകി ഉണക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഒന്ന് ഉണങ്ങി കിട്ടും. പക്ഷെ നമ്മുടെ കാരിയർ ഉള്ള സമയത്ത് തന്നെ അതിൻ്റെ മേളിൽ വെച്ചാൽ മതിയായിരുന്നു അല്ലേ? അപ്പോൾ കാരിയർ നമ്മൾ വെച്ചിരുന്നെങ്കിൽ കുടുങ്ങി തന്നെ. ഇനി നമുക്ക് മെയിൻ ഒരു പണി നമ്മുടെ സ്റ്റൗവും അതിലെ ബർണറും ചൂടാറണം. അല്ലാണ്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല കേട്ടോ. ഇതെല്ലാം എടുത്ത് വെക്കുമ്പോഴത്തേക്കും അത് ആയിക്കോളും അല്ലേ? അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു കേട്ടോ. അന്നേരം ഉണ്ട് ഭയങ്കര ഒരു ഒച്ചപ്പാട്. കിളി കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ? ഇത് കണ്ടോ, തൂക്കണാങ്കുരുവികളുടെ കൂട് കണ്ടോ? ഇതിലൊന്നേ ഉള്ളേ. കാണിച്ചു തരാം. ഇതുണ്ടോ കിടക്കുന്നത്? വിളിച്ച് അതിലൊന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ വേറെ ഇത് കാണിച്ചു തരാം, വേറൊരു മരം കാണിച്ചു തരാം. നല്ല ഇരുണ്ട് കേട്ടോ. ഏത് നിമിഷവും ഇനി മഴ പെയ്യാം. നമ്മുടെ കുക്കിങ്ങും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പേടിക്കാനില്ല. അത് കണ്ടോ ഇതാണ് തൂക്കണാങ്കുരുവി എന്ന് പറഞ്ഞ സാധനം അല്ലേ? മഞ്ഞ കളർ, അതിൻ്റെ തലയൊക്കെ മഞ്ഞ ചിരിക്കുന്നത് കൊള്ളാലോ. ഇതുണ്ട്, ഇതിൽ ഫുള്ള് അത് കൊള്ളാം കേട്ടോ. അതാണ് നമ്മുടെ തൂക്കണാങ്കുരുവി. ഞാൻ ഈ കൂട് കണ്ടിട്ടുണ്ടെങ്കിലും തൂക്കണാങ്കുരുവികളെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഞാൻ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്ന അതിൻ്റെ ഒരു വലിയ തോട്ടം കേട്ടോ. അവിടുന്ന്
അവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്, അവിടെ തൊട്ട് ഇങ്ങനെ നോക്കി എന്തോരം. ഇത് ഫുള്ള് സോയാബീൻസാണ് കേട്ടോ. സോയാബീൻസിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത്. എന്ത് രസമായിട്ടല്ലേ നിൽക്കുന്നത്. ആ കളറാണ് ഹൈലൈറ്റ്. കാരണം ആ ഒരു തത്തപ്പച്ച കളർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എടുപ്പാട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ നിർത്തിയെന്നേ ഉള്ളൂ. അങ്ങോട്ടൊക്കെ ഫുള്ള് ഇത് തന്നെ സംഭവം. Continue for 800 meters. ആയിക്കോട്ടെ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് സംഭവം സോയാബീൻസ് തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് മെല്ലെ പോവാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇത് സാധാരണയിലും ഒരു വെറൈറ്റി സാധനം കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ്. നമ്മുടെ മുള പോലെ ഇരിക്കും, പക്ഷേ സംഗതി പ്ലാസ്റ്റിക് എന്തോ ആണ് കേട്ടോ. പ്ലാസ്റ്റിക് അല്ല, ഫൈബറിൻ്റെ എന്തോ സാധനമാണ്. അതിൽ കൂടി റോപ്പ് വെച്ച് കെട്ടിയിട്ടുണ്ട്. റോപ്പും കെട്ടിയിട്ടുണ്ട്. അതേപോലെ ഇതിലൊന്നും വണ്ടി അടിച്ച് ഒന്നും ആവില്ല കേട്ടോ. സ്ക്രൂ ഇട്ട് ടൈറ്റാക്കി വെക്കുന്നുണ്ട്. ഇത്രയും വലിയ നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഇല്ലിമുളയായിരിക്കും എന്നാട്ടോ വിചാരിച്ചത്. അതാണ് ഞാൻ നിർത്താൻ തന്നെ കാരണം. സംഗതി പക്ഷേ ഇല്ലിമുളയൊന്നുമല്ല. പക്ഷെ ഇതങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ആ അലുമിനിയത്തിൻ്റെ സാധനമല്ലേ കാണാറ്. ഇതിനി നമ്മുടെ അയ്യോ കൈയൊക്കെ കരിയായില്ല. മുള തന്നെയാണ്. ഇനി മുള പോലെ തന്നെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇടയ്ക്ക് ഓരോരോ വിട്ടു വരുന്നുണ്ട്. മുളയിൽ പെയിൻ്റ് അടിച്ചതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓ, ഇവിടെയൊക്കെ ഫുള്ള് ഇത് തന്നെ, നമ്മുടെ സോയാബീൻസ് തന്നെയാണ് കേട്ടോ മൊത്തം. ഫാൻസി അത് മുളയല്ല, ഫൈബർ എന്തോ ആണ്. അല്ല, ഫൈബർ ആകുമ്പോൾ ഇടിച്ചു പൊട്ടിച്ചും പോയല്ലോ. അങ്ങനെ ഞങ്ങളുടെ കഞ്ഞി ഇവിടെ ചോറായിരിക്കുകയാണ്. വെള്ളമൊക്കെ ഒഴിച്ച് ആർസി വലിയ കാര്യത്തിലേ വെച്ചതാണ്. സംഗതി ചോറായിപ്പോയി. വെള്ളം എല്ലാം തീർന്നു. ഇന്ന് എന്ത് മീൻ അച്ചാറാണ് നമ്മൾ കൂട്ടുന്നത്? മീനച്ചാറല്ലേ? ഇന്ന് മീനച്ചാറും ഉണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്, മുട്ട രാവിലെ ഇച്ചിരി പൊരിച്ചു വെച്ചായിരുന്നു, അതും ഉണ്ട് കേട്ടോ. ഇത് മാത്രമേ നമുക്ക് ഇന്നത്തെ കറിയുള്ളൂ. അപ്പോൾ അതും കൂട്ടി നമുക്കൊരു പിടുത്തം പിടിച്ചിട്ട് പോവാം അല്ലേ. മോരൊന്നും കണ്ടില്ല. കറി എടുക്കടി. ഒന്നും നമുക്കൊന്നും കാണാനും പറ്റാത്തത് തന്നെ അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വഴി നമ്മൾ എടുക്കുന്നത് എപ്പോഴും റോങ് ഡിസിഷനാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. കുറച്ചിങ്ങോട്ട് മാറി. കുഞ്ഞാറ്റയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ കുറേ ടൈം എടുത്തു കേട്ടോ. മെല്ലെ ഇത്തിരി വേണ്ട, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇച്ചിരി കഴിച്ചത്. വയ്യാത്തോണ്ടാന്ന് തോന്നുന്നു കുറച്ചൊക്കെ ഫുഡേ കഴിക്കുന്നുള്ളൂ കേട്ടോ. കഴുത വരുന്നുണ്ട്, കണ്ടോന്ന് അറിയില്ല. കഴുതേനെ കാണാൻ പറ്റില്ല. കഴുത മെല്ലെയാണ് വരുന്നത്. നമ്മള് സ്പീഡില് പോണത്. നോക്കിയാ ആടുകളെ കണ്ടോണോ? വല്ല ഫാമിലിയിലേക്കൊക്കെ ആയിരിക്കില്ലേ. കൊറേ ആടുണ്ട് കേട്ടോ. വണ്ടിയിൽ നിന്നിട്ടാണ് അഭ്യാസം കാണിക്കുന്നത്. അതികളുടെ നടുക്കോട്ട് നിക്കാനാന്ന് തോന്നുന്നു. മേളിലും ആടാ. ഇവിടെ പിന്നെ ആട്, പശു, പോത്ത് അതൊക്കെ കോമൺ ആയിട്ട് കുറേ കാണാൻ പറ്റും. ഇഷ്ടമാതിരി ആടുകളും പശുക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. മഴയ്ക്ക് നല്ല സാധ്യത ഉണ്ടല്ലേ. നല്ല മൂടിക്ക് രാവിലെ തൊട്ട് സാധ്യത പറയുന്നുണ്ട്. ഇതുവരെ പെയ്തിട്ടില്ല. പക്ഷെ ഇവിടെയൊക്കെ നനഞ്ഞ പോലെയാണല്ലോ റോഡൊക്കെ കിടക്കുന്നത്. നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്താവോ അവിടെ എത്തുമ്പോ മഴ പെയ്യും. എന്നിട്ട് കാണാനും പറ്റില്ല. വിട്ടു നോക്കാം. അങ്ങനെ ഞങ്ങള് തെലുങ്കാന കയറിട്ടോ. തെലുങ്കാന ഇതുണ്ടോ, അതെന്താ സംഭവം അറിയോ? എന്താ, ലോറിക്കാർക്ക് ഇതിൽ കൂടെ പോകാൻ പാടില്ല. ലോറിക്കാരുടെ മറ്റേ ടാക്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നതൊക്കെ സംഭവം അവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ അതിൽ കൂടി കയറി വരാൻ പാടില്ല. അതുകൊണ്ട് അവർ കയറാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ നടുക്ക് കൂടി ഇങ്ങോട്ട് പോയേ. അപ്പുറത്തെ സൈഡിൽ നമ്മളൊരു വണ്ടി പോകുന്ന കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൂടെ വന്നത് കേട്ടോ. കുഴപ്പമില്ലാന്ന് തോന്നുന്നൂലേ? ഇപ്പൊ ആരെയും പിടിച്ചു നിർത്തിയാലേ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവര് നമ്മളെ നിർത്തിച്ചതാട്ടോ. പേര് നെയിം പ്രശാന്ത്, അഖിൽ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. ഞങ്ങളിപ്പോൾ വന്ന വഴിക്ക് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോവുകയാണ്. ആൻസിയും കൊച്ചു ഇറങ്ങിയിട്ടില്ല കേട്ടോ, കാരണം കൊച്ചു ഉറങ്ങുമായിരുന്നു ഇപ്പോഴായിട്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. ഇവര് 3 പേരും, പിന്നെ വേക്കിൽ വേറെ വണ്ടിക്കാർ. ഇവര് ഞാൻ കുറച്ച് നേരത്തെ കണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഓവർടേക്ക് ചെയ്തു എന്നൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തതാണെന്നാണ് പറഞ്ഞല്ലേ. ഇപ്പൊ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് അവര് കണ്ടതാണ്. അന്നേരം തന്നെ അവര് സബ്സ്ക്രൈബും ചെയ്തു. കൂടെ ഒന്ന് സെൽഫി എടുത്തു. അയ്യോ, ഞാൻ ഇത്ര വലിയ ആളായിരുന്നു. ആരും അറിഞ്ഞില്ലോ ഞാൻ. അതന്നെ
ഒരു ലോറി വേക്ക് വിട്ടടിച്ച് വരുന്നുണ്ടല്ലോ ചേട്ടാ, അപ്പുറത്തേക്ക് പോകും. നമുക്ക് വേറെ വഴി, ലോറിക്കാർക്ക് വേറെ വഴിയാണ്. കാരണം അവിടെ ചെക്കിംഗ് ഉണ്ട്. ഇത് അപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെയാണ്. സാധാരണ വണ്ടിക്കാർക്ക് വേറൊരു വഴി, ലോറിക്കാർക്ക് വേറൊരു വഴി. വേറൊന്നുമില്ല, 100 രൂപ. അല്ല, ഇവിടെ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വിടും. അതാണ് 100 രൂപ. അങ്ങനെ ഞങ്ങള് വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് എത്തിട്ടോ. കുണ്ടല വാട്ടർഫോൾസ് എന്നാണ് വാട്ടർഫോൾസിന്റെ പേര്. ഫോട്ടോ ഒക്കെ കണ്ടിട്ട് അടിപൊളിയാണ്. ഇനി അവിടേക്ക് ചെന്ന് കഴിയുമ്പോ പറയാം. സീൻ എന്താന്ന് വെച്ചാല് ചെറിയ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് വിടുവോന്നുള്ളത് കണ്ടറിയാം, അവിടെ ചെന്നാൽ അറിയാം. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇതേപോലെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കുണ്ടലയായിട്ടും മണ്ഡലയായിട്ടും ഒക്കെ കാണുന്നത് കുറെ ആഗ്രഹം, പക്ഷെ ഒന്നും നടക്കാറില്ല. ഇത് നമുക്ക് കാണാനുണ്ട്. നമ്മളെന്തായാലും അടുത്തെത്തി, പോയി നോക്കാം. ഒന്നാമതൊന്ന പ്രശ്നം, ഞങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അത് നടക്കില്ല. അതാണ് അതിന്റെ മെയിൻ പ്രത്യേകത. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മളെ അങ്ങോട്ട് കയറ്റി വിടുമോ ഒന്നും നമുക്ക് അറിയില്ല. കാരണം ഫോറസ്റ്റിന്റെ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ അങ്ങോട്ട് ഫോറസ്റ്റുകാരൊക്കെ പോകുന്നുണ്ട്. അത് മാത്രമല്ല, മഴയാണ് പ്രശ്നം. പിന്നെ നല്ല ഇരുട്ടായി തുടങ്ങി. പക്ഷെ 4:15 ആയിട്ടേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര ഇരുന്നത്? ഇന്നലെ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ, പെട്ടെന്ന് ഇരുട്ടായി. മഴയൊക്കെ ഉള്ളതുകൊണ്ടാ, മഴ സീസൺ അങ്ങനെയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. അങ്ങോട്ട് എത്താനായിട്ടുണ്ട് നമ്മള്. അങ്ങനെ ഞങ്ങള് ടിക്കറ്റ് എടുത്തു കേട്ടോ. വണ്ടിക്ക് 100 രൂപയും ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ. അതാണ് ടിക്കറ്റ്. കൊച്ചിന് ടിക്കറ്റ് ഇല്ല. കൊച്ചി എവിടെ ചെന്നാലും ഫ്രീയാ. കൊച്ചി എവിടെ പോയാലും ഫ്രീ. പക്ഷെ അവരൊരു മെയിൻ ഒരു കാര്യം പറഞ്ഞു. അതായത് 20 മിനിറ്റ് ആണ് സമയമുള്ളത്. ആ 20 മിനിറ്റ് കൊണ്ട് വേഗം പോയി കണ്ടിട്ട് വരണം. അതെന്താ എനിക്കറിയില്ല. മഴ ആയതുകൊണ്ടല്ല, ടൈമും അവര് അങ്ങനെ പറയും. എന്താണെന്നറിയോ, നമ്മളെ അതാകുമ്പോ പെട്ടെന്ന് ഇറങ്ങി തന്നെ. ഈ മഴയൊക്കെ പെയ്യുമ്പോ ശരിക്കും ഡേഞ്ചർ ആണ്. നമ്മള് വെള്ളത്തിലൊന്നും കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നമ്മളെന്തായാലും വെള്ളത്തിൽ കളിക്കില്ലല്ലോ. ഇത് കുണ്ടല ഫോറസ്റ്റ് എന്ന് പറയും കേട്ടോ. തെലങ്കാനയിലെ ഫോറസ്റ്റിന്റെ നടുക്ക് കൂടിയാന്നൊക്കെ പറഞ്ഞാ പോരെ, എല്ലാം വരുന്ന സ്ഥലാണ്. അതെ, അത് പട്ടിയാ. ഞാൻ വെച്ച് മാനാന്ന് കേട്ടോ. പെട്ടെന്ന് നോക്കി. പക്ഷെ ഈ ആളുടെ എങ്ങാണ്ടാണ് തോന്നുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നല്ല പച്ചപ്പാണ്, ഫുള്ള് ഫോറസ്റ്റ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ അടുത്ത് കൂടെ നീ തമാശ പറയാ, ഫോറസ്റ്റ് ആയതുകൊണ്ടായിരിക്കും. അല്ല, നല്ല പച്ചപ്പുണ്ട്. പിന്നെ അടുത്തടുത്ത് മരങ്ങളില്ലേ, റോഡിന്റെ സൈഡിൽ തന്നെ മരങ്ങള്. പിന്നെ ചാറ്റൽ മഴ പൊളിയാണ് കേട്ടോ, വൈബാണ്. പക്ഷെ ഞങ്ങൾ സ്വന്തമായിട്ട് മ്യൂസിക് ഇടേണ്ടി വരും കേട്ടോ. പക്ഷെ എന്തായാലും സൂപ്പർ സ്ഥലമാണ്, നല്ല ഭംഗി ഇടുകയാണ്. എന്താ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. അവിടെ പോയത് തന്നെ ആയിരിക്കും അല്ലേ? ഇവിടെ ഞാൻ വിചാരിച്ചത് കൊറേ നടക്കേണ്ടിയൊക്കെ വരുമെന്നാ വിചാരിച്ചത്. ചെറിയൊരു ഇതുണ്ടെന്നാ പറഞ്ഞേ. ലേശം നടക്കണം, എന്തായാലും കുറെ എടുക്കാം. ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഞങ്ങൾ വണ്ടി സൈഡാക്കി. ഇവിടുന്ന് ഈ താഴെ കൂടി തന്നെ വെള്ളം കാണാം കേട്ടോ. അവിടെ ചെറിയ ഗ്യാപ്പിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും വേഗം പോയിട്ട് വരാം, അല്ലെങ്കിൽ സമയം പോകും. 2 കൂടെ എടുത്തില്ലേ? എന്നാ പോവാ, എടുത്തോ. അപ്പ എടുക്കാം. ആ സൂപ്പർ ഇതാട്ടോ കുഞ്ഞാറ്റേൻ്റെ കുട. സൂപ്പർ കുട കേട്ടോ, സൂപ്പർ കുട. മാനൂട്ടീനെ മേടിച്ചിട്ടില്ല നമ്മൾ കുട ഇതുവരെ. അതിപ്പോഴും മറന്നിട്ടില്ല കേട്ടോ. നമ്മളന്ന് എവിടുന്ന് കൊട്ടാരക്കരയെന്ന് നമ്മൾ പറഞ്ഞതാ. അതായത് നമുക്ക് അങ്ങോട്ട് പോയി. നമുക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്, ഓർമ്മയുണ്ടോ? ഗോവേൻ്റെ നോർത്ത് സൈഡിൽ വെച്ച് ഞങ്ങൾ, ഇത് വെള്ളച്ചാട്ടം ഇങ്ങോട്ടല്ല കേട്ടോ, അങ്ങോട്ട് പോകണം നമുക്ക്. അതേപോലെ ഞങ്ങൾ ഗോവയിൽ ഒരു സൂ കാണാൻ പോയി. എൻ്റെ അമ്മോ, 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കണ്ടിറങ്ങി. ഇത് നല്ലൊരു വ്യൂ ആണല്ലോ ഇവിടെ അല്ലേ? ഇവിടെയാണ് വെള്ളച്ചാട്ടം. അമ്പോ നല്ല സൗണ്ടും കേൾക്കുന്നുണ്ട്. വീഡിയോയിൽ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ചെറിയൊരു കൊക്ക പോലെ ഉണ്ട് അല്ലേ? യെസ്, കാണുന്നുണ്ടോ? ഇവിടെയാണ്. വെള്ളം കുറവാണല്ലോ, ഇത്ര മഴ പെയ്തിട്ടും കുറവല്ലേ? ചിലപ്പോൾ വെള്ളച്ചാട്ടം ശരിക്കും ഇതായിരിക്കില്ല. അപ്പുറത്തെ അമ്മയോ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ താഴേക്ക് ഇറങ്ങണം. വേഗം വാ, സമയം കിട്ടൂല, വേഗം പോവാ. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. വിചാരിച്ചും പെട്ടെന്ന് നടന്ന് അങ്ങോട്ട് എത്തുന്നു കേട്ടോ. അല്ല, കുറച്ചധികം നടക്കാനുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, വെൽക്കം ടു കുണ്ടല വാട്ടർഫോൾ. ഇതാണ് മെയിൻ എൻട്രൻസ്. അവിടെ ഉള്ളത് നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് മാത്രം കേട്ടോ. ഇവിടെയുള്ള കടകളൊക്കെ അടച്ചിക്കണ്. നമ്മളെ മാത്രമേ കാണാനുള്ളൂ. ഇവിടെ വണ്ടികളവിടെ കുറേ ഉണ്ടായിരുന്നല്ലോ. വണ്ടിയിലുള്ള ആൾക്കാരൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും. പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് താഴേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോയല്ലോ കേട്ടോ. വാട്ടർഫോൾസ് എത്തുക. ഞങ്ങൾ അതിലേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുകയാണ് കേട്ടോ. കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിഞ്ഞില്ല.
ഇത് ടൈം അവര് പറഞ്ഞും ചെയ്തു. പിന്നെ നമ്മള് ഓടിപ്പോയി. എന്താ പറ്റിയെന്നറിയോ, റോഡിന് നല്ല പണി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വരാൻ പറ്റുന്നത്. നമ്മൾ ശരിക്കും 3 മണിക്ക് ഇവിടെ എത്തണ്ട. പിന്നെ ഓരോരോ കുഴികളൊക്കെ അങ്ങോട്ട് വല്ലാത്ത കുഴികൾ കുഴിച്ചു വെച്ചിരിക്കുക അവര്, റോഡ് പണി ആയതുകൊണ്ട്. ഓ, ഇവിടെ ഒന്ന് കാണാൻ പറ്റുള്ളൂ അല്ലേ? താഴേക്കുണ്ട്. ഞങ്ങള് വാട്ടർഫോൾസിന്റെ ഒരു ഭാഗത്തേക്ക് എത്തിട്ടോ. ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളതുകൊണ്ട് കുറേ സ്റ്റെപ്പ് താഴോട്ടുണ്ടേ. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നതാണ്. ഇതെന്താ ഒരു പ്രത്യേകതരം മണ്ണോ കല്ല് കണ്ടോ? ആ, ഒരു റെഡ് കളർ ഇട്ടോ. ഇതാണ് വെള്ളം കുറവാന്ന് പറഞ്ഞു. വെള്ളം കുറവൊന്നല്ല, അത്യാവശ്യം വെള്ളം ഉണ്ട്, പക്ഷെ കുറവാണ്. ശരിക്കും കുറവാണ്. മഴ പെയ്തിട്ടൊക്കെ ഇത്രയും പോരാ, കലങ്ങി വന്നേക്കുന്നത്. നമുക്ക് പോയി നോക്കാം. പിന്നെ സ്ഥിതികളൊക്കെ മാറിയിട്ടോ. കൊറേ ദൂരം നടക്കാനുണ്ട്. ഇത് കയറ്റം കയറുന്നതാണ് ഞാൻ ആലോചിക്കാൻ പറ്റാത്ത കാര്യേ. അങ്ങനെ ദൂരം കേട്ടോ. പക്ഷെ പ്രായമായ ആൾക്കാരൊക്കെ കയറി ഇറങ്ങി വരുന്നുണ്ട്, കുഴപ്പമില്ല. കേതക്കാൻ തുടങ്ങൂലേ? എടുക്കണോ കുഞ്ഞാറ്റേനെ? ഷോർട്ട് കട്ടി അടിയിലെ പുള്ളിയാടി കയറിയൊന്നുമല്ലേ? ഓ, ജസ്റ്റ് ചെയ്യാം. വേറെ വഴിയില്ല. എത്രയൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി കയറാന്ന് പറഞ്ഞാലേ മടുപ്പാണ് കേട്ടോ. അവരൊക്കെ നമ്മളെ നോക്കി ചിരിക്കും. എന്താണെന്നറിയോ, നിങ്ങൾ ഇനി ഇറങ്ങുന്ന പോലെ തന്നെ കയറി വന്നേന്ന്. ഈ സ്പീഡ് കാണണമെന്നില്ലേ? താഴെ വരാം. എന്തുവാ ചാടിയതാണോ അപ്പനും മോളും കൂടി? കുഞ്ഞാറ്റക്ക് ചെരുപ്പിട്ട് കൊടുത്താലോ? ചെരുപ്പൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ 5 മണിയായി സമയം. നമ്മളിനി അവിടെ ചെല്ലുക, സെൽഫി എടുക്കുക, പോവുക. അങ്ങനെയാണ് ഒരു ചേട്ടൻ ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞ ചേട്ടൻ. വേറെ ഒന്നിനും ടൈമില്ല. അങ്ങനെ ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി. ഇവിടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നോ എൻട്രി ഇൻ ടു ദ വാട്ടർ. വെള്ളത്തിലേക്കൊന്നും എൻട്രി ഇല്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫോറസ്റ്റുകാർ നിൽപ്പുണ്ട് ആൾക്കാരെ നോക്കാനായിട്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് നോക്കി അത്യാവശ്യം അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. ഇത് പൊളിയല്ലേ? പൊളിച്ച് ഇവിടെ ഇങ്ങോട്ട് നിൽക്കാടി. കാണുമോ? താഴെ പോവോ? ആര്? അങ്ങോട്ട് പോകണ്ട. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി. നീ എവിടെ പോവാ? നീ എന്നെ പറ്റിച്ച് പോവുകയാണോ? ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർമാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, ഗാർഡുമാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങുന്നില്ല. നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. കാണാമായിരുന്നു. ഇപ്പം എല്ലാവരും കയറിപ്പോയി. അപ്പോൾ മേളിൽ നിന്ന് കുറേ ഒഴുകി വന്നിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത് കേട്ടോ. ഇവിടുത്തെ ഈ പാറയുടെയൊക്കെ ഒരു കളർ ഉണ്ടോ അല്ലേ? ഒരു പ്രത്യേക കളറ്. അപ്പോൾ നമ്മളങ്ങനെ വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് പോവാണ് അല്ലേ? പോവാ കുഞ്ഞാറ്റെ? കുഞ്ഞാറ്റെ നേരത്തെ കാണിച്ചൊന്ന് കാണിക്കേ. വിക്ടറി കാണിച്ചേ. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് സാർമാർ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ ചാറ്റലടിക്കുന്നുണ്ട്. അത് പക്ഷേ വെള്ളത്തിൻ്റെ അല്ല, മഴേൻ്റെയാണ് അല്ലേ? എന്നാ നടന്നു. ഞാൻ വിചാരിച്ചേ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇത് അത്യാവശ്യം പൈസയ്ക്കുള്ള മുതലുണ്ട് ഇത് അല്ലേ? അടുത്തേക്ക് ഈ കൊച്ചിനെയായിട്ട് തന്നെ നിനക്ക് പോകണം അടുത്തേക്ക്, വെള്ളത്തിൻ്റെ അടുത്തേക്ക്. അതെന്തിനാണ്? അപ്പുറത്തെ സൈഡിൽ നല്ലൊരു വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം ആഴമുണ്ട്. ഈ വെള്ളം കാണുന്നില്ലേ? അവിടെ അത്യാവശ്യം ആഴമുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഈ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് പോവാം. ഇപ്പം നടന്നാലേ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ മേളിൽ എത്തുള്ളൂ അല്ലേ? ഇത് കണ്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഉള്ളിൽ കയറുന്നില്ല, കാരണം ഞങ്ങളിന്ന് മീനച്ചാറ് കൂട്ടിയാണ് ചോറുണ്ടായിരിക്കുന്നത്. ചെറിയൊരു സെറ്റപ്പേ. അപ്പോൾ എന്തായാലും പോവാം. ഇത് കൊടും കാടാണെന്ന് ഓർക്കണം ആൻസി, നടുക്കാട്. പക്ഷെ എനിക്കെന്താ അറിയാം, എനിക്ക് ഈ വെള്ളച്ചാട്ടങ്ങളോട് ഭയങ്കര ഒരു താല്പര്യമാണ്. അതില്ല, വെള്ളച്ചാട്ടങ്ങൾ മാത്രം കണ്ടാൽ പോരാ, അതിൽ ചാടി ചാവണമെന്നും കൂടി ഉണ്ടോ. ഈ കഴിഞ്ഞ ദിവസം കൂടി വന്നത് കണ്ടോ? ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നത് കണ്ടോ? എന്നിട്ട് നിനക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങണം അല്ലേ? നടക്ക്. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇനി വണ്ടീൻ്റെ അടുത്ത് ചെന്നിട്ട് കാണാം. കാരണം സ്റ്റെപ്പ് അങ്ങനെയാണ്, മുകളിലേക്ക് കുറേ, അതായത് കുറച്ചങ്ങ് ചെല്ലുന്നോളം വരെ കുത്തനെ സ്റ്റെപ്പാട്ടോ. അപ്പോൾ അത് കയറി വരുമ്പോൾ ചിലപ്പോൾ വർത്താനം പറയാൻ പറ്റിക്കോളണം നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക്
വണ്ടീൻ്റെ അടുത്ത് ചെന്നിട്ട് കാണാം. മേളിലേക്ക് അത്യാവശ്യം നല്ല ഈ സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കുത്തനെ ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ട ടീമിനിപ്പോൾ നിലത്തിറങ്ങി നടക്കണം എന്നാണ്. ആൻസിയെ ആ ചെരുപ്പ് എടുത്താൽ പോരായിരുന്നു, വല്ല റിസ്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ പിന്നെ പേടിക്കാനില്ല. കുഞ്ഞാറ്റെ എന്താ ഒന്നുകൂടി പറ. ബാക്കി മുഖത്തായില്ലല്ലോ നീ ചോദിക്കേ, മുഖത്തായില്ലല്ലോ എന്ന് ചോദിക്കേ. ഇങ്ങോട്ട് മാറിക്കാം, അവർ പോക്കോട്ടെ. മുഖത്തായില്ലല്ലോ എന്ന് ചോദിക്കേ. ഇത് ഏതെങ്കിലും സിനിമയിൽ കണ്ടതായിട്ട് ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആൻസി ഞാനും വരുന്നു. ഇതെന്താ പരിപാടി? കുഞ്ചാറ്റ ഇറങ്ങി നടന്നേ. അതെന്താ കണ്ടോ, വണ്ടിയിൽ നിന്ന് ചെരുപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാ. അന്നേരം പറഞ്ഞു അയ്യോ ചെരുപ്പൊന്നും വേണ്ടേ. ഇപ്പം പറയാണ് ചെരുപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മേ, ഇത് ഭയങ്കര കുത്തനെ കേട്ടോ. അവിടുന്ന് ഓഫീസർമാരൊക്കെ പോകുന്നടി, ഗാർഡുകൾ. അതിൽ നടത്തണ്ട, വീഴും. ഈ സ്റ്റെപ്പിൽ കൂടി നടത്ത്, കാല് നമുക്ക് കഴുകാം, എന്നാലും കുഴപ്പമില്ല. എൻ്റെ അമ്മേ, നമ്മൾ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ മേളുഭാഗം കേട്ടോ ഈ കാണുന്നേ. കാണുന്നുണ്ടോ? ഇന്ന് കുറച്ചേ കാണുന്നുള്ളൂ. അവിടെ കുറച്ച് കള്ളുടിയന്മാർ ഇരിപ്പുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയി കാണിച്ചു തരാനായിട്ടോ. വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് കള്ളുടിയന്മാരുണ്ട് അവിടെ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് കേട്ടോ. ഒരു വിധത്തിൽ അങ്ങനെ ഞങ്ങൾ മേളിലെത്തിട്ടോ. നല്ല കോടയൊക്കെ കയറി. എന്താ ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. എന്ത് പറ്റി മിണ്ടാൻ പറ്റാത്തേന്ന്? കിതച്ചു പോയിട്ടോ, അമ്മാതിരി കയറ്റാണ്. നമ്മളിപ്പോ ഇപ്പൊ നമ്മള് നടക്കാറൊന്നും ഇല്ലല്ലോ, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. നല്ല കോട, നല്ല സ്ഥലമാട്ടോ. കടുവയും ചീറ്റ, ആന, കുരങ്ങ് പിന്നെ ഓൾറെഡി എല്ലായിടത്തും ഉണ്ടാവുന്ന സാധനം. അവര് പോയി, എന്നിട്ട് താഴെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ അപകടങ്ങൾ ഓരോന്ന് വരുത്തിയേക്കുന്നത്. അപ്പൊ ഞങ്ങളങ്ങനെ കുന്തല വാട്ടർഫാൾസിന്റെ അവിടുന്ന് കുന്ന് കയറി വണ്ടിയിലെത്തി. ഇനി നമ്മൾ പോവാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങൾ പറയാം. കൊച്ചിന് വിക്കറ്റ് മേടിച്ചു കൊടുത്തു കേട്ടോ. കൊച്ചു അവിടെ ഇരുന്ന് കഴിച്ചു. ഒരു കാര്യം പറയട്ടെ, അപ്പൊ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തില് ആരും ഇതേപോലെ വൈകുന്നേര സമയങ്ങളിലൊന്നും വരരുത്. ഫാമിലി ആയിട്ട് വരുന്നവർ കേട്ടോ, അല്ലാത്തൊരു കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് ചേട്ടന്മാർ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇവിടെ കോമൺ ആയിട്ടാണ് ഇരുന്ന് കള്ളുപിടിക്കുന്നത്. ഇവിടുത്തെ ചായക്കടയിലൊക്കെ ഇരുന്ന് കള്ളുകുടി. ഒരു 5-6 ചേട്ടന്മാർ വന്ന് ഒരു ഫുള്ളൊക്കെ അടിച്ച് തീർക്കുവാണ്. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിച്ചു. അത് പിന്നെ കാണിക്കാത്തതാണ്. അവിടെ അങ്ങനത്തെ സ്ഥിതിയായിരുന്നു. ചിലപ്പോൾ വേഗം കുടിച്ച് അണ്ണാക്കൊക്കെ പൊള്ളിയിരിക്കുവാണ്. ചൂട് ചായ കാര്യം ഇച്ചിരി ഉള്ളൂ, കുടിച്ചാലും തീരിയല്ല. അതാണ് മെയിൻ ഒരു കാര്യം. ഇനി ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് വേഗം പോകട്ടോ. പുറകെ വരും. വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴേ നമ്മള് ഫാമിലീസ് ഉണ്ട് കേട്ടോ, പക്ഷെ എന്നാലും നമുക്കൊരു കംഫർട്ടബിൾ അല്ലാത്ത പോലത്തെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ വെള്ളച്ചാട്ടൊക്കെ കണ്ട് കുറച്ചിങ്ങോട്ട് എത്തിട്ടോ. കുറച്ചിങ്ങോട്ട് പോകുന്ന കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നല്ല ഇരുട്ടായി, 6:15-6:45 ആവാനായിട്ടോ. അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട്. ഇനി പമ്പ് കണ്ടുപിടിക്കണം. നമ്മളിപ്പോ ശരിക്കുള്ളത് ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലാണ്. ഇത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം പമ്പ് കണ്ടുപിടിക്കാനായിട്ട്. കാരണം നല്ല ഒത്ത ഫോറസ്റ്റ്, അപ്പൊ അതിന്റെ ഉള്ളിൽ കിടക്കാനൊരു പേടി. പിന്നെ പമ്പുകൾ വലിയതായിട്ടൊന്നും കണ്ടില്ല, വലിയ പമ്പൊന്നും കണ്ടില്ല കേട്ടോ. ചെറിയൊരു പമ്പ് മാത്രമാണ് കണ്ടിട്ടുള്ളൂ. ഞങ്ങള് വലിയ പമ്പ് ഉദ്ദേശിക്കുന്നത് ലക്ഷറി പമ്പല്ല, 24 മണിക്കൂർ പമ്പാട്ടോ. 24 മണിക്കൂർ പമ്പ് അല്ലാത്ത പമ്പുകളാണ് 2. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പമ്പ് കിട്ടിട്ടോ. ഞങ്ങളെ പമ്പിൽ സൈഡാക്കാൻ വേണ്ടി പോവുകയാണ്. ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? ആണോ? റിവേഴ്സ് ആക്കി വെക്കാൻ പറഞ്ഞു ചേട്ടൻ. ആണോ? എവിടെയാ ബാത്റൂം ഒക്കെ എവിടെയാന്ന് ചോദിച്ചോ? നന്നായി. എന്തായാലും നിർത്താം.